everyone, welcome back to my channel. ഞാൻ മീനലക്ഷ്മി. അപ്പോൾ ഞാനങ്ങനെ വീട്ടിൽ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രം വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെലിവറി കഴിഞ്ഞ് 45 ഡേയ്സ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് പ്രസവരക്ഷയാണ്. ഞാൻ ആക്ച്വലി ഒരു 30 ഡേയ്സ് 3 വീക്സാണ് യൂഷ്വലി സി സെക്ഷൻ ആയതുകൊണ്ട് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ ഞാൻ 3 വീക്സ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടിൽ പോയി നമ്മുടെ നൂലുകെട്ട് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരിച്ചു വന്നു. ഇനിയാണ് നമ്മളിനിയിപ്പം പ്രസവരക്ഷ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ഇവിടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് അവർ വന്ന് ചെയ്യുമല്ലോ, അങ്ങനെ ചെയ്യാമെന്ന്. ഇവിടെ എല്ലാ സ്ഥലത്തും നമ്മൾ കറക്റ്റായിട്ട് സാധനങ്ങൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബെഡ് ഇട്ടിട്ട് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് അത്ര ഇവിടെ ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അമ്മയ്ക്കും കുഞ്ഞിനും കുറച്ചുകൂടെ റെസ്റ്റൊക്കെ കിട്ടുമല്ലോ അവിടെ പോയി സ്റ്റേ ചെയ്യുവാണെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പിന്നെ അവിടെ 9 നേരം ഭക്ഷണമൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ 9 നേരം ഹെവി മീൽസായിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് മിഡ് മീൽസായിട്ടും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. പ്രസവരക്ഷ ഞാൻ ചെയ്യുന്നത് ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. എന്നാന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചത് നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ എന്താണ് ഒരു 7 ഡേയ്സിലൊക്കെ പ്രസവരക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അന്നേരത്തേക്കിന് ട്രിവാൻഡ്രം ആണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് അത്രയും ട്രാവൽ ചെയ്യേണ്ട, പ്രസവരക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നൂലുകെട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം എന്നൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണം നിർബന്ധമില്ലാന്ന് ഞാൻ എൻ്റെ എല്ലാ വ്ലോഗിലും പറയാറുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നിട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് സമേത ആയുർവേദിക്സിലാണ് കേട്ടോ ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. നല്ല മഴയും നല്ല ട്രാഫിക്കും കഴിഞ്ഞ് നമ്മളിവിടെ വന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വന്ന ഉടനെ നമ്മുടെ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്തു. എന്തൊക്കെയായാലും പ്രശ്നങ്ങളുണ്ടോ, ഇപ്പോൾ ചിലർക്ക് എവിടെയെങ്കിലുമൊക്കെ കൂടുതൽ വേദന കാണും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് ലെഗിൽ നല്ല വേദനയുണ്ട്. അത് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. ഓൾറെഡി എല്ലാം സെറ്റാണ്. ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോരുത്തർക്കും ഓരോ സ്ലോട്ടാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിൽ പോയിട്ട് ഞാൻ പെട്ടെന്ന് പോകും. ഈ കുഞ്ഞ് ആദ്യമായിട്ട് നമ്മളിങ്ങനെ മാറി നിൽക്കുന്ന കാരണം ഇവൻ ഇടയ്ക്ക് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വണ്ടി ഇരുന്ന് തന്നെ പാല് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അനിഷയുടെ ഫീഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് റൂമിലോട്ട് പോവാം. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഓർണമെൻറ്റ്സ് എല്ലാം മാറ്റി ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. ധന്യനെ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ മുമ്പേ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഗർഭാംശം നടന്ന സമയത്ത് അത് കഴിഞ്ഞ് ഒരു പ്രീനേറ്റൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ വന്ന് എനിക്ക് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് മസാജൊക്കെ ചെയ്തതെന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. പക്ഷെ വയറൊക്കെ പോയി. ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഹെഡ് മസാജ്, പിന്നെ ഫേസ് മസാജ്, ഫേസ് പാക്ക്, ഹെയർ പാക്ക് ഉണ്ട്, ബോഡി മസാജ്, ബോഡി പാക്ക്, പിന്നെ കുളി കഴിഞ്ഞിട്ട് ബാക്കി ബോയ്സിൽ 5 എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ജസ്റ്റ് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ഹെഡ് ഓയിൽ മസാജ് ചെയ്യും. ഓക്കെ, പാക്കും കൂടെ ഇടും. ഓക്കെ, നല്ലൊരു ഹെഡ് മസാജ് കഴിഞ്ഞു. അതിൽ തന്നെ നല്ല റിലാക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഹെയർ മാസ്ക് അല്ലേ. മാസ്ക് കിടക്കാം. അന്ന് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഇരുന്നോണ്ടല്ലേ? എനിക്കൊന്നും പ്രഗ്നൻ്റ് ആയ കാരണം ഒത്തിരി നേരം മലന്ന് കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് കഴുത്തിലും പിന്നെ നല്ലപോലെ സ്ട്രെച്ച് മാർക്സ് ഉണ്ട്. ഇവിടെ എനിക്കൊന്ന് കുറച്ച് പിഗ്മെന്റഡാ. അപ്പോൾ അതിനായിട്ടുള്ള സ്ട്രെച്ച് മാർക്കിൻ്റെ സ്ക്രബൊക്കെ ഉണ്ട്. ഓക്കെ, നല്ല രീതി അന്ന് കണ്ട വയറല്ല, ഇത് വേറൊരു വയറാണ്. അങ്ങനെ ഹെഡ് ഓയിൽ മസാജ് കഴിഞ്ഞു, ഹെയർ മാസ്ക് ഇട്ടു, നമ്മുടെ ഫേസിൽ മസാജ് കഴിഞ്ഞു, ഫേസിൽ മാസ്ക് ഇട്ടു. ഇനിയിപ്പോൾ നമ്മൾ ഫുൾ ബോഡിയിൽ പ്രസവരക്ഷയുടെ തന്നെ ഓയിലുകളെല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തൊരു ഓയിലാണ് അല്ലേ. അപ്പോൾ ആ ഓയിലെല്ലാം കൂടെ തേച്ച് കഴിഞ്ഞിട്ട്
പിന്നെ എന്താണ് ഇടുന്നത്, എന്നോട് മഞ്ഞൾ അലർജി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് സ്കിന്നിലൊന്ന് നോക്കിയിട്ട് മഞ്ഞളും ഒക്കെ ഉള്ളൊരു ബോഡി പാക്കും കൂടാണ് ഇടുന്നത്. ഫുൾ ബോഡിയിൽ എണ്ണയൊക്കെ തേച്ച് മഞ്ഞളൊക്കെ തേച്ചു. അപ്പോൾ നമ്മളിനി കുളിക്കാൻ പോകും. വാ വരെ മെല്ലെ. ഇത് വേദവെള്ളം. കുളി ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഇല്ല ഉച്ചയ്ക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടിലല്ല. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. ആദ്യം തന്നെ ശരിക്കും ഇതൊക്കെ കുളിച്ച് തലയൊക്കെ നല്ലോണം കഴുകിയൊക്കെ തന്ന് പിന്നെ ഞാനൊന്ന് കുളിച്ച് ഇവിടുത്തെ തന്നെ ഒരു നാൽപ്പാമരാതി സോപ്പായിരുന്നു അല്ലേ, ആ സോപ്പിട്ടാണ് നമ്മൾ കുളിച്ചത്. നല്ല സുഖം. പക്ഷേ ഇനിയിപ്പോൾ താഴെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല, നമ്മുടെ കുഞ്ഞാ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ലിപ് ബാം അല്ലേ, ഇത് ഞാൻ മിക്കവാറും നമ്മുടെ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ ഞാനൊരു ലിപ് ബാം അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും ഏത് ലിപ് ബാമാണ്. സമേതയുടെ ആണ്. അതിനകത്തൊരു ചെറിയൊരു കളറൂടെ ഉണ്ട്. അപ്പം നമുക്ക് വേറെ ലിപ്സ്റ്റിക് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ആകെ ഇപ്പോൾ ഷൂട്ട്സിനൊക്കെ മാത്രമേ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്തപ്പോൾ എല്ലാം ഞാൻ ഇത് തന്നെയാണ്. നാളെ കണ്ണെഴുതിയിട്ട്. കണ്ണാടി ഉണ്ടോ? ശരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് അന്ന് ചെയ്തതും ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് റൂമിൽ ചെയ്യുമ്പം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ആ ഒരു ചെറിയൊരു പാട്ടും ഈ ഒരു ആംബിയൻസും എന്നുവെച്ചാൽ ട്രീറ്റ്മെൻറ്റ് സെയിം തന്നെയാണ്, പക്ഷേ ആംബിയൻസ് മാറുമ്പോഴത്തേക്കിനേ ഭയങ്കര വ്യത്യാസം. ഇവിടെ കുഞ്ഞുവാവ് അങ്ങനെ വലിയ വഴക്കില്ലാത്തതാണ്. നമുക്ക് നോക്കാം. ഹലോ, എന്തേ? പാലൊക്കെ കുടിച്ചാ? ഹലോ, ഗുഡ് ബോയ് ആയിരുന്നോ? അമ്മ എന്നൊരു ചുക്ക് കാപ്പിയും കൂടെ കുടിച്ചിട്ട് വരാം. താങ്ക് യു. നല്ല മഴ, ചുക്ക് കാപ്പി, ഒരു മസാജൊക്കെ കഴിഞ്ഞു, സെറ്റ്. പ്ലസ് നമ്മുടെ കുഞ്ഞാവൊക്കെ അറിയുന്നില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ആസ്വദിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പം നമുക്കിവിടെ 9 നേരമായിട്ട് ഭക്ഷണമുണ്ട്. രാവിലത്തെയും ഉച്ചക്കത്തെയും രാത്രിയിലത്തെയും മെയിൻ കോഴ്സാണ്. അതിന് ഇടയ്ക്ക് എന്താ പറഞ്ഞത്, ഓട്സ്, റാഗി, അങ്ങനത്തെ ഇടയ്ക്ക് ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എന്താണ് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതായിരിക്കും. പക്ഷെ നാളെ തൊട്ട് ഫുൾ എന്തൊക്കെയാണ് ഇവിടുത്തെ മെനു എന്നുള്ളത് ഞാൻ നാളെ അതിൻ്റെ വീഡിയോ എടുക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഇന്ന് സമേതയിലെ എൻ്റെ 7ാമത്തെ ദിവസമാണ്. അപ്പം ഇതുവരെ ആക്ച്വലി ഒരു ദിവസം ഫുൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. 9 മീൽസായിട്ടാണ്, 9 മീൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 നേരമായിട്ടാണ് ഭക്ഷണങ്ങൾ തരുന്നത്. അതിനകത്ത് മെയിനായിട്ട് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഉണ്ട്. ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം സമയം 7:30 അപ്പോൾ നമുക്ക് പഴം പുഴുങ്ങിയതും പിന്നെ ഒരു ഗ്ലാസ് പാലും പിന്നെ ചായയും കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം യൂഷ്വലി ഞാൻ ഇത് കുറച്ച് ലേറ്റായിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ ഇന്ന് കറക്റ്റ് കുഞ്ഞാവ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. അപ്പോൾ ഞാൻ ഫീഡ് ചെയ്ത് ബോപ്പൊക്കെ ചെയ്തിട്ട് കിടത്തി. അപ്പം അമ്മയും കുഞ്ഞും അച്ഛനും കിടന്നുറങ്ങുകൊണ്ട് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. ഇത് പുഴുങ്ങിയ പഴവും പാലും എന്നും രാവിലെ 7:30 ഇതുണ്ട്. 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നു. പക്ഷേ ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു. ഇപ്പോൾ എണീറ്റിട്ടാട്ടോ കഴിക്കുന്നത്. ഇത് വെജ് സ്റ്റൂവും പിന്നെ പത്തിരിയും കൂടെ ആണ്. അനീഷേട്ടൻ രാവിലത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ 11:30 ആകുമ്പോഴത്തേക്കും നല്ല പാൽക്കഞ്ഞി, നല്ല ചൂടുള്ള പാൽക്കഞ്ഞിയും പയർ തോരനും വരും. അപ്പോൾ എനിക്കിപ്പം ട്രീറ്റ്മെൻറ്റ് പോകാൻ സമയമായി. പക്ഷെ ഞാൻ ഇത് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. നല്ല പാൽക്കഞ്ഞി, നല്ല ടേസ്റ്റ്. ലൈക്ക് നമ്മുടെ മറ്റേ പാലല്ല, നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ കഞ്ഞിയില്ലേ, ആ കഞ്ഞി. ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ചുക്കിൻ്റെ കാപ്പിയുണ്ട്. ഇവരുടെ മീൽസ് എനിക്ക് ശരിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. എല്ലാ കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യം ഇവിടെ വന്ന സമയത്ത് വിചാരിച്ചത് ഫുള്ളി വെജിറ്റേറിയൻ ആയിരിക്കും എന്നാണ്. പക്ഷേ വെജിറ്റേറിയൻ മാത്രമല്ല, നമുക്ക് ഉച്ചയ്ക്ക് മീനും ഉണ്ടായിരിക്കും, ഓംലെറ്റും ഉണ്ടായിരിക്കും.
ഇപ്പോൾ സ്ഥിരം ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു മീൻകറി എന്താണെന്ന് കാണും, ഒരു ഒഴിച്ചുകറിയും കാണും, ഒരു തോരനും കാണും. ഇന്നിപ്പോൾ അവിയലും തോരനും ഉണ്ട്, പിന്നെ പപ്പടം, ഓംലെറ്റ്, പിന്നെ നമ്മുടെ മുളക്, ഇത്രയാണുള്ളത്. നമുക്ക് പിന്നെ ചോറുമുണ്ട്. ആദ്യമൊക്കെ കുറേ ചോറ് തരാം, അപ്പോൾ ഞങ്ങൾ ഇത്രയും ചോറ് നമുക്ക് വേണ്ട, വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അത് സൂപ്പർ ഊണാണ്. നമുക്കിവിടെ പ്രസവരക്ഷ ആയതുകൊണ്ടാണ് അതിൻ്റെ കൂടെ ഇപ്പം മീൻകറി ഉള്ളത്. അല്ലാത്ത ഇപ്പം പെയിൻ മാനേജ്മെൻറ്റ്, ലേഹമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ മീനൊന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല കേട്ടോ. സൂപ്പർ ഊണം, സൂപ്പർ. ഈ 4 മണിയാകുമ്പം ചായയും എന്തെങ്കിലും ഒരു പലഹാരം കാണും. നല്ല അടിപൊളി പഴംപൊരി കേട്ടോ. നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നത് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ വന്ന് കഴിച്ചവർക്കറിയായിരിക്കും. പിന്നെ ഫ്ലാസ്കിൽ ചായ കാണും, 2 പേർക്കുള്ളത്. പഴംപൊരി 2 ഉണ്ടായിരുന്നു കേട്ടോ. 7:30 ആകുമ്പോഴത്തേനും റാഗിയാണ് ഇന്നുള്ളത്. ചില ദിവസങ്ങളിൽ ഓട്സ്, ലൈക്ക് ഓൾട്ടർനേറ്റീവ് ആയിരിക്കും. ഇന്നലെ ഓട്സ് ആയിരുന്നു, ഇന്ന് റാഗിയാണ്. ഡിന്നറിന് നമുക്ക് എപ്പോഴും എന്നും ഇവിടെ ചപ്പാത്തിയാണ്. അതിൻ്റെ കൂടെ പല 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 കറികളുണ്ട്. ചിലപ്പോൾ സോയാ കറി, ഇന്നിപ്പോൾ സോയ ആണ്, കോളിഫ്ലവർ, ഉള്ളിക്കറി, പിന്നെ എന്തൊക്കെയാണ്, സ്റ്റൂ ഉണ്ടാകാറുണ്ട്. പിന്നെ കട്ട് ഫ്രൂട്ട്സ്, കട്ട് വെജിറ്റബിൾസ്, കുക്കുംബറും ക്യാരറ്റും. ഇന്നത്തെ ലാസ്റ്റ് ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ലാസ്റ്റത് നല്ല ചൂട് പാലും പിന്നെ അതേ നട്ട്സാണ്. ഇതിനകത്ത് വാൾനട്ട്സ് ഉണ്ട്, ബദാം ഉണ്ട്, കാഷ്യൂ ഉണ്ട്, പിന്നെ പംകിൻ സീഡ്സ് ഉണ്ട്. പംകിൻ സീഡാണ് തോന്നുന്നത്, എന്തോ സീഡാണ്. പിന്നെ ബ്ലൂബെറിയാന്ന് തോന്നുന്നു, ബ്ലൂബെറി ഉണ്ട്. പാലെപ്പോഴും ഞാൻ ചേച്ചിമാരോട് മധുരം വേണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പാലിന് തിന്നുകൊണ്ട് മധുരം ഇടത്തില്ല. അങ്ങനെ ഇത്രയാണ് ഇവിടുത്തെ ഫുഡ്. നമ്മൾ വിചാരിക്കും അയ്യോ ഇത്രയും ഫുഡുണ്ടല്ലോ, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ മുമ്പേ, നമ്മൾ ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ലപോലെ വിശപ്പായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ഇപ്പം നട്ട്സൊക്കെ ആണെങ്കിൽ ഇതൊരു ഒരു ഒരു സെറ്റാണുള്ളത്. നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. പിന്നെ എല്ലാ ഫുഡും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെതായിട്ടുള്ള ഡിഫറൻസും ഉണ്ട് കേട്ടോ. ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ്, അങ്ങനെ വെളിയിൽ നിന്നുള്ള ചപ്പാത്തിയൊന്നുമല്ല. അതേ ചൂട് പാലും കൂടെ കുടിച്ച് നട്ട്സ് കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഫുഡെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് വാട്ട് ഐ ഈറ്റ് ഇവിടെ അറ്റ് സമേത എന്ന് വേണമെങ്കിൽ പറയാം. സമേതയിലെ ഒരു ഡെയിലി നമുക്ക് എന്തൊക്കെയാണ് തരുന്നതെന്നുള്ളതാണ്. പിന്നെ ഈ രാത്രിയിലുള്ള പാലൊക്കെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ, ബൈസ്റ്റാൻഡർക്കില്ല. ബൈസ്റ്റാൻഡർക്ക് വരുന്നത് രാവിലത്തെ ഫുഡ്, ഉച്ചയ്ക്കത്തെ ഫുഡ്, വൈകുന്നേരത്തെ ചായ, കടി, പിന്നെ രാത്രിയിലത്തെ ഫുഡ്. ഇത്രയാണ് ബൈസ്റ്റാൻഡറിന് വരുന്നത്. ഇടയ്ക്കുള്ളപ്പോൾ കഞ്ഞി, സത്യം പറഞ്ഞാൽ അത് നമുക്ക് കൂടെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റും, അതൊരു സെറ്റ് ഉണ്ടല്ലോ. പക്ഷെ എനിക്കത് കഴിക്കാൻ പറ്റാറുണ്ട് ഒറ്റയ്ക്ക്. പിന്നെ ഇടയ്ക്കത്തെ ജ്യൂസ്, പിന്നെ അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു റാഗി, പിന്നെ ഇതൊക്കെ അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. രാവിലത്തെ പഴവും പാലും അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ. അതും ആക്ച്വലി നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കഴിക്കാം, നമ്മുടെ ഇഷ്ടമാണല്ലോ. 14 ദിവസത്തെ പാക്കേജ് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഞാൻ 11ാമത്തെ ദിവസമാണ്. കറക്റ്റല്ലേ? അപ്പോൾ നമ്മൾ 8 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയൊക്കെ തേച്ചായിരുന്നു, പിന്നെ ഉടക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കിഴിയായിരുന്നു. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കിഴിയുടെ. നാളെ തൊട്ട് ഞവരത്തേപ്പാണ് അല്ലേ. അതിന് ലാസ്റ്റ് ഡേ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ധാര, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങളുണ്ട്. പിന്നെ സ്റ്റീമിലൊക്കെ ഉണ്ട്, കയറിയിരിക്കാനും അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട്. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ കിഴി ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് കയ്യിലും കാലിലും വെക്കുന്ന മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ഇത് ശരിക്കും ഫുൾ ബോഡിയിൽ ചെയ്യുന്നുണ്ട്, നമുക്കത് കാണിക്കാൻ പറ്റത്തില്ല. ഒരു വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ജസ്റ്റ് കയ്യിലും കാലിലും ചെയ്യുന്നത് കാണിച്ചു തരാം. ഇന്ന് പ്രസവരക്ഷയുടെ 12ാമത്തെ ദിവസമാണ്. അപ്പോൾ 12ഉം 13ാമത്തെ ദിവസവും നമുക്ക് ഞവര തേപ്പാണ് വരുന്നത്. എനിക്കും അറിയില്ലായിരുന്നു. ഇതുപോലെ ഞവരയുടെ ഒരു മിക്സ്ചറ് പാലിലിട്ട് ഒരു കുഴമ്പ് പരുവത്തിൽ കുറുക്കിയെടുക്കും. എന്നിട്ട് ചെറു ചൂടോടെയാണ് നമ്മുടെ ദേഹത്ത് തേക്കുന്നത്. ഇന്നലെ വരേക്കും നമുക്കൊരു മഞ്ഞളുടെ പാക്കായിരുന്നു. ഇന്ന് ഉഴിച്ചിലുണ്ട്. ഉഴിച്ചിൽ കഴിഞ്ഞിട്ട് ഇന്നലെ നമുക്കൊരു 3 ദിവസത്തേക്ക് കിഴി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിനി ഇന്ന്
ഡിഫറെൻ്റ് ആയിട്ട് ഞവരത്തേപ്പാണ്. കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പിങ്ക് കളറൊക്കെ ആയിട്ട്. അപ്പോൾ അത് തന്നെയാണ് ഫേസിലും അപ്ലൈ ചെയ്യുന്നത്. ഇന്നലെ വരെ നമുക്ക് ഫേസിൽ വേറൊരു മാസ്കായിരുന്നു അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്ന് ഇതിൻ്റെ കയ്യിലും കാലിലും പുരട്ടുന്ന മാത്രം ചെറിയ ക്ലിപ്പ് കാണിച്ചു തരാം. ഇത് ഫുൾ ബോഡിയിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് കയ്യിലും കാലിലും അപ്ലൈ ചെയ്യുന്നത് കാണിച്ചു തരുന്നത്. പ്രസവരക്ഷയുടെ ലാസ്റ്റ് ദിവസം, അതായത് 14ാമത്തെ ദിവസം, ആദ്യം നമുക്ക് ചെയ്യുന്നത് ആയുർവേദിക് നവരക്കിഴി ഫേഷ്യലാണ്. പുറകെ തന്നെ മെഡിക്കേറ്റഡ് സ്റ്റീം ബാത്ത് ഉണ്ട്. അത് കഴിയുമ്പോൾ ഫുൾ ബോഡി ബ്രൈറ്റനിങ് സാൻഡൽ മാസ്കും അപ്ലൈ ചെയ്യും. അത് കഴിയുമ്പോൾ ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ക്ഷീരോധാരയാണ് കേട്ടോ. വേദഗുളിയും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് പെഡിക്യൂറും മാനിക്യൂറും ഉണ്ട്. ഇതെല്ലാം തന്നെ ആയുർവേദിക് ആണ്. യൂട്യൂബിന്റെ ഷോർട്സിൽ ഞാൻ പ്രസവരക്ഷയുടെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് പ്രൈസ് ഒക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തേക്കാം, അവരെ കോൺടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി. 14 ദിവസത്തെ സമയം വരെ പ്രസവരക്ഷ ഇന്ന് എൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ സമയം 9:45. ഇന്ന് നമുക്ക് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവർ രണ്ടുപേരുമാണ് എന്നെ ഒരു 14 ദിവസം എന്താ പറയുക പ്രസവരക്ഷ ചെയ്തത്. അതിനകത്ത് ധന്യാണ് എന്നെ കുളിപ്പിച്ചത്. ഇപ്പോൾ മാത്രമല്ല, ഞാൻ പ്രീനേറ്റിലെടുത്ത സമയത്ത് എന്നെ കുളിപ്പിച്ചത് ധന്യാണ് കേട്ടോ. എന്നെ ആരും ഇത് ഇത്ര നിർത്തിക്കും ആയിട്ടും കുളിപ്പിച്ചിട്ടില്ല. താങ്ക് യു. ഭയങ്കര എന്താ പറയുന്നത്, നമ്മളെ ഭയങ്കര സ്നേഹിച്ച് എല്ലാം ഭയങ്കര കെയർ ചെയ്തിട്ടാണ് രണ്ടുപേരും ചെയ്തത്. എനിക്കത് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമുക്ക് വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ നിന്ന് കിട്ടിയത്. ഓരോ കുളിപ്പിക്കുമ്പോഴും കൈയൊക്കെ സോപ്പിട്ടൊക്കെ തേക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് ഷാമ്പൂ ഇടണോ എല്ലാ തവണയും അന്ന് ആദ്യം ചെയ്ത് അതേ രീതി തന്നെയാണ് ലാസ്റ്റ് വരെ ചെയ്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അതുപോലെ എല്ലാം ചെയ്തത്. താങ്ക് യു കേട്ടോ. അടുത്ത ഡെലിവറിക്ക് താങ്ക് യു. അപ്പം അപ്പം നമുക്ക് പോവാട്ടോ. ഇനി അടുത്തത് കുഞ്ഞുവാവയ്ക്ക് ചേട്ടനോ അല്ല അനിയത്തിയോ അനിയനോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വരാം. ഓക്കെ. എൻ്റെ മമ്മ അടിച്ചാൽ അപ്പൊ അടുത്ത കുഞ്ഞാവയ്ക്ക് വരാം.